ഹായ് ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഡ്രോയിങ് തന്നെ തുടങ്ങാം. അപ്പോൾ ബുക്കിൻ്റെ പേജ് വെച്ച് നല്ല രീതിയിൽ നമുക്ക് തുടങ്ങാം. ഞാൻ കാണിക്കേണ്ട ഒരാവശ്യമില്ല, ബസ്സാണ് മനസ്സിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബസ് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് മൊബൈൽ എടുക്കും. ലോക്ക് എത്രയാണ്? ഓക്കെ, നമുക്ക് ലോക്കും കൂടി ഒന്ന് അയക്കാം. എന്നിട്ട് ബസ് കുടിച്ചാച്ച് എന്തി 5 മിനിറ്റ് എടുക്കുവേ. 5 ഇത് വേണ്ട, ഇച്ചിരി ഹൈ ലെവൽ സിമ്പിൾ സൈഡ് വരച്ചാൽ മതിയാ. വീഡിയോ ഉണ്ടല്ലോ കൊമ്പം ബസ്സിൻ്റെ മൊബൈലിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ, കളറടിക്കുന്ന വീഡിയോ ഇടണോ വേണ്ടിയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നമ്മൾ ബസ് വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണാവോ? കൈ ഏത് കൈ? ഓ, വരയ്ക്കുന്നതിൻ്റെ ഇതാണ്. ഇത് കാണാവോ? എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ബസ് വരയ്ക്കാം, ലാസ്റ്റ് കാണിക്കാൻ. ഇപ്പം കാണിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. സ്കെയിലെടുക്കാം. ഇത് പണിയാണല്ലോ, പക്ഷെ നമ്മൾ വരയ്ക്കുന്നതാ. വേറൊരു ചാനലുണ്ട്, അതാണ് വേറെ ചാനലുണ്ട് മൊബൈലിൽ. നമുക്ക് വരയ്ക്കാം. അവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, അത് ഇച്ചിരി ലാഗായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ, ലാഗാണെങ്കിൽ ക്ഷമിക്കണം. അവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സീരിയലൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പടം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു പടമാണ് ഇപ്പോൾ വരയ്ക്കാം. നല്ലൊരു ഹാർഡൊരു പടം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ പോകണം ഇവിടെ നിന്ന്? അത് ഇത്രയും വീതി ഉണ്ടോ? ഇത് കുറേ നേരം പിടിക്കും. ഇവിടെ മോൻ തുടങ്ങി സൗണ്ട്. പൂജ കൃഷ്ണയുടെ നിനക്കറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഒട്ടുമിക്ക പേര് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്നവരങ്ങനെ അറിയുന്നു. കുഞ്ഞാടെ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ എൻ്റെ വീഡിയോ കൂടി കാണുന്നുണ്ടെങ്കിൽ പടം കാണാവോ? കാണത്തില്ലല്ലേ? വരച്ച് കാണിച്ചു തരാം. ഇത് കുറേ നേരം പിടിക്കും, പക്ഷെ നമ്മൾ വരയ്ക്കും. എവിടെയെങ്കിലൊക്കെ തെറ്റിയ പിന്നെ പോയി.
ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇടണം. ബസ്, എനിക്ക് ബസ്സിന്റെ പേരും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പടം വരച്ചോണ്ടിരിക്കുക. എന്തൊറ്റി അമ്മ അടമ്മ കഥ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്നവർ ചിലർ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകണം. ആ വിവരം എനിക്ക് ബിഗ് ബോസ് തന്നതാണ് കേട്ടാ. എൻ്റെ പൊന്നു, എനിക്ക് പേടിയാവുന്നു. എവിടെയെങ്കിലൊക്കെ തെറ്റിയാൽ മതി. കുറെ കൂട്ടുകാരന്മാരും ഉണ്ട് കളിയാക്കാൻ. എന്താണോ എന്തോ ആവാൻ പോകുന്നത്. എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വരയ്ക്കും ഇറേസർ. എന്നാൽ കളിയാക്കുന്നവരൊക്കെ ആണെങ്കിൽ കളിയാക്കിക്കോ. ഞാൻ കൊച്ചായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. പണിപാളി. ഇത് മായ്ക്കണം ഇറേസർ എന്തി. നല്ല രീതിക്ക് പോയി. എനിക്ക് പണിയിട്ടിക്കൊണ്ടിരിക്കുകയായി വരച്ച്. പിന്നെ എനിക്ക് ഷോർട്ടിൻ്റെത് മാത്രമേ അറിയാവൂ ഇവിടെ എഡിറ്റ് ചെയ്യാണ്ട്. ഞാൻ കുഞ്ഞെടുത്ത് ചോദിച്ചിട്ട് ഈ ഇടാൻ പോകുന്ന വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് കംപ്ലീറ്റ്. എനിക്കെന്താ ഇങ്ങനെ എന്തായാലും ആർട്ടെന്ന് വെച്ചൊരു കലയാണ്. പിന്നെ എൻ്റെ അനീത്തിയുടെ ചാനൽ എനിക്ക് അറിയാവുന്ന എനിക്കറിഞ്ഞൂടെ. പേര് പ്രത്യേകിച്ച് വേറെ പേരൊന്നുമില്ല. വൈഷ്ണു എന്നാണ് പേര്. ഒന്ന് മൂത്താളുടെ ഒന്ന് ഇളയാളുടെ പേര്. എനിക്ക് പേടിയാവോ. പപ്പയും കൂടിയേ ഉള്ളൂ. ഇനി പപ്പയും കൂടി കളിയാക്കിയ കളിയാക്കലെപ്പോഴും കാണും. കുറേ ടൈം പിടിക്കും. ഞാൻ ഇതെന്തിനും എപ്പോഴും പറയുന്ന. എന്നാലും എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വരയ്ക്കുന്നുണ്ട്.
മനസ്സിലായി. അല്ല, വല്യമ്മയ്ക്ക് ഈ DDA എത്ര പരിചയം? അത് നമ്മുടെ താരകൊച്ചല്ലേ, മുത്താമലയുടെ ഏറ്റവും പിടിക്കും. താരകൊച്ചിന്റെ അച്ഛൻ വാസുദേവൻ നമ്മുടെ വലിയ കമ്പനിക്കാരല്ലേ. പഴയ പരിചയം വെച്ച് എന്നെ വിളിച്ചോണ്ട് പോയത്. കൂടി കാപ്പിയൊക്കെ വാങ്ങിച്ചിരുന്നു. പഴയ കാര്യങ്ങൾ വരെ താരകൊച്ചിന് നല്ല ഓർമ്മയാണ്. ഞങ്ങളുടെ മുത്താമല ആത്മാ ഗ്രന്ഥശാലയിലെ മുഴുവൻ പുസ്തകം ഹൈസ്കൂളിൽ എത്തുന്നതിന് മുമ്പ് വായിച്ചു നിർത്തുക. വാസുദേവന്റെ സഹചര്യത്തിൽ ഇപ്പൊ താരകൊച്ചിന്റെ കൂടെ തിരുവനന്തപുരത്താണ്. അണ്ടരയ്ക്ക് കഴുത്തു നിന്ന് പറയുമ്പോൾ ഉള്ള പാടെ ഇരിക്കണം. കസേരയുണ്ട്, മോനെ ഇവിടെ എടുത്ത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. ചെറുക്കൻ്റെ കൂടെ പറയാക്കും നീറ്റ് മാറടാ, എൻ്റെ അനിയൻ കുട്ടയല്ലേ. അപ്പം അമ്മ അങ്ങനെ പറയുന്നില്ല. സ്പിന്നോട്ടെ യു തീർന്നു പോ. എനിക്ക് മിസ്റ്റർ ബീസിലൊന്നും വേണ്ട. ആ കിട്ടി. അതിനെ താരക്കൊച്ചൊരു നോക്കില്ല. അതിപ്പോ വാസുവേട്ടൻ പറഞ്ഞാൽ കേൾക്കില്ല. മുഴുവൻ കാര്യങ്ങൾ നടക്കുമല്ലോ. ടെസ്റ്റ് കൺഫേം ആയിരിക്കും. ഇതൊക്കെ പരിശോധനയ്ക്ക് കൊടുത്ത കോർട്ടിൽ ആണെങ്കിൽ കുടുംബത്തേക്ക് കൂട്ടിയയക്കപ്പെടുന്നത് കടൈസി യൂസ് പെടണം. remains to be released to the legal heirs, performing the last rites in accordance with the custom and tradition. കഴിഞ്ഞ സങ്കടകരമൊന്നും എനിക്കറിയണ്ട. അപ്പോ ചേടാ എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ ഒന്ന് പോട്ടെ. 10 ആ കഴിഞ്ഞ്. ഇച്ചിരി കൂടി റെഡിയാക്കണം. ശരിയാ, എനിക്കും ഇഷ്ടമായി. കുഞ്ഞിക്കൊരു മോളുണ്ടായിരുന്നു, ഇതായിരുന്നു. ഇത്രയും മെനക്കെട്ട് അവരെ ഇവിടെ വന്ന് അമ്മയുടെ അഭ്യർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് താഴോട്ട് കൊണ്ടുപോകണം. പേടിക്കണ്ട, ഞാൻ നല്ലേക്ക് വരുവോടാ. ഞാൻ ഇത് ഇച്ചിരിയും കൂടി വാങ്ങിക്കുന്നുള്ളൂ. പക്ഷെ സങ്കടം വരിക, ഇത്രയും വരച്ച് വന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ അങ്ങ് വാങ്ങിക്കണം. സൈഡ് ഈശാമോനെ ചേട്ടൻ വരച്ചിട്ട് വരാവേടാ. ശബ്ദം കേട്ടപ്പോ ഓടി വന്ന്. അയ്യോ ചേട്ടൻ വരാടാ കണ്ണാ. നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോട്ടെ. എന്തുവാ
വരാം. എനിക്കിതാ സംഭവിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു ഏകദേശമൊക്കെ ഫൈനൽ ആകുമ്പോഴത്തേക്ക് കൈവിട്ടു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വരയ്ക്കാം. നമ്മൾ ഇച്ചിരി സ്പീഡിലാണ്, ഞാൻ ഇച്ചിരി സ്പീഡ് പോവാം. എന്തായാലും ഞാൻ വരച്ചു വരുന്നത് എനിക്കിഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രോ ഒക്കെ വന്ന് ഈ വീഡിയോ കാണുവാണെങ്കിൽ അയ്യേ ഇങ്ങനെയാ, ഇതിനെക്കാട്ടി നന്നായിട്ട് ഞാൻ വരയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഷോ ഇറങ്ങുന്നതാണ്. ഞാൻ 4ലാണ് പഠിക്കുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ ഒക്കൂ. ഞാൻ അത്രയ്ക്കും ഇങ്ങനെ ഈ ഡ്രോയിങ്ങിനോട് അത്രയ്ക്കും അങ്ങോട്ട് പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റത്തെ കൂടി കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. പിന്നെ ഒരു നല്ല കാര്യമുണ്ട്, എനിക്ക് 59 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇത്രയും ചെയ്തു വന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഇനി നമ്മൾ ഈ ഡ്രോയിങ് മാത്രമല്ല ഇടാൻ പോകുന്നത്, പിറകെ ക്രാഫ്റ്റ് വർക്കുകളും ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ചെറിയ ഗീവ് അവേയും ഉണ്ട്. ഗീവ് അവേ ഇച്ചിരി സ്പെഷ്യലാണ്. എന്തൊക്കെ പോകുന്നു. അയ്യോ, ഇതിങ്ങനെ പോണല്ലേ. ഓക്കെ, ശരിയാ, നീ കേട്ടത് ശരിയാ. കാട്ടിളക്കി കൊമ്പനെ തളച്ചത് ശരിയാ. നീ കേട്ടത് ശരിയാ. വിത്തുകൾ വതച്ചത് നാളെയും നാട്ടിലെ പിരിയാൾ. നീ കേട്ടത് ശരിയാ. കാലം മാറിടും നേരിൻ പാത്തൊക്കെ ശരിയാ. കേട്ടത് ശരിയാ. കാട്ടിളക്കി കൊമ്പനെ തളച്ചത് ശരിയാ. നീ കേട്ടത് ശരിയാ. വിത്തുകൾ അയ്യോ പോലെ 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 വിത്തുകൾ വതച്ചത് നാളെ നാട്ടിലെ പെരിയാർ. നീ കേട്ടത് ശരിയാ. കാലം മാറിടും നേരിൻ പാത്തൊക്കെ ശരിയാ. ചെറിയച്ഛൻ വന്നു എന്ന് തോന്നുന്നു. ശരിയെന്നെ 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 കട്ടിക്കുട്ടിപ്പെട്ടിയിലേക്ക് ശരിയെന്നെ വരിയെന്നെ 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 വടക്കാച്ചക്കന്മാര് വരിയെന്നെ. ഇത്ര അറിയാവൂ പാട്ട്? ഞാൻ നല്ല പാട്ടൊന്നും എനിക്ക് പാടാൻ അറിയത്തില്ല. എനിക്ക് പാടാൻ അറിയാവുന്നത്രയും ഞാൻ പാടും. ശരിയെന്നെ 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 കാട്ടിക്കുട്ടി പെട്ടിയിലേക്ക് ശരിയെന്നെ.
വര്യന ഒക്കെ ചെക്കന്മാര് വര്യനെ ബസ്സിന് പേരുന്നില്ലേ? ഇന്ത്യ കടുത്ത കലകൾക്കായി എന്തുപയോഗിക്കും? വളരെയേറെ ലിക്വിഡ് അല്ല, കലകൾക്കായി വലിയ പവർ ഇതിന്റെ പവർ പെർഫോമൻസിലേക്ക് 100 മടങ്ങ് ഒരു വർഷം നമുക്ക് വേറെ ചിഹ്നമൊക്കെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. എനിക്ക് ഇത്രയൊക്കെ വരയ്ക്കാൻ അറിയാവൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ചെയ്യണേ. അപ്പോൾ ചെയ്തതിനെ കാട്ടി മുമ്പ് സൈനും കൂടി അപ്പോൾ ഗീവ് അവേ എന്തായാലും വരുന്നതാണ്. ബൈ, പീസ്.